ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 90-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും ശ്ലോകങ്ങൾ 89 ശ്ലോകങ്ങളും ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഓരോ തീർത്ഥങ്ങളാണ്, പുണ്യതീർത്ഥങ്ങളാണ്. അതിൽ മുങ്ങി നിവരുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉണരേണ്ടതാണ്. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ വിശകലനം ചെയ്യേണ്ടത്, വിചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ ഇത് കേട്ട് നമ്മളങ്ങനെ വെറുതെ വിടേണ്ട ഒന്നല്ല. അതുകൊണ്ട് തന്നെ 90-ാമത്തെ ശ്ലോകത്തിലേക്ക് ഗുരു സൂചിപ്പിക്കുകയാണ്, അനൃതം ഒരസ്ഥിതയെ മറയ്ക്കുകയില്ല എന്ന അനുഭവമുണ്ട് സദസ്ഥി എന്നീ വണ്ണം. അനുപദമസ്ഥിതയാൽ ഇതാവൃതം സദ്ഘനം അതിനാലെ കളയപരാധികാര്യം. അപ്പോൾ ഇവിടെ അനൃതം എന്ന് വെച്ചാൽ ഇല്ലാത്തതായിട്ടുള്ളതാണ്. അത് ഉണ്മയെ ഒരിക്കലും മറയ്ക്കുന്നില്ല, അതിന് സാധ്യമല്ല. ഇല്ലാത്തതിന് എങ്ങനെയാണ് ഉള്ളതിനെ മറയ്ക്കാൻ പറ്റുക? ഇത് എല്ലാവരുടെയും അനുഭവമാണ്. സദസ്തി എന്നീ വണ്ണം ഇപ്രകാരം ഉണ്മ അല്ലെങ്കിൽ ഇല്ലായ്മ എന്നുള്ളത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. ഈ കാര്യം തന്നെ മൊത്തം ഇവിടെ വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരം ഉൾപ്പെടെ കളയഭരം, ശരീരം ഉൾപ്പെടെ ഈ സദ്ഘനം തന്നെയാണ്, അതായത് ഈ ചൈതന്യം തന്നെയാണ്. അപ്പം ഇവിടെ ശരീരം ഉൾപ്പെടെ ഒരു സ്ഥലത്ത് കണ്ണുകൊണ്ട് കാണുന്നത് സത്യമല്ല എന്ന് ഗുരു സൂചിപ്പിക്കുമ്പോൾ, മഹർഷി സൂചിപ്പിക്കുമ്പോൾ, അതേ മഹർഷി തന്നെ പറയുന്നു ഈ ശരീരം ഉൾപ്പെടെയുള്ളത് ആ സത്ത് തന്നെയാണ്. എന്തുകൊണ്ട്? അപ്പോൾ ഇവിടെ ഒരു ഭേദ ചിന്ത, അങ്ങനൊരു വേർതിരിവ് എന്തുകൊണ്ട് ആദ്യം അവർ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ തോന്നുന്നു, പിന്നീട് എന്തുകൊണ്ട് വേർതിരിവ് ഇല്ല എന്ന് പറയുന്നു? അപ്പോൾ ഇവിടെയാണ് ശരിക്കുള്ള ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള അറിവിൻ്റെ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള തലം പ്രവർത്തിക്കുന്നത്. പുറത്തുള്ളത് ഉണ്മ ആണ് എന്ന്, അല്ലെങ്കിൽ ഈ ശരീരം ഉൾപ്പെടെ നമ്മുടെ ദൃശ്യമാണ്, എൻ്റെ ദൃശ്യമാണ്. ഈ ദൃശ്യമായിട്ടുള്ളത് ആണ് സത്യമെന്ന് ധരിക്കുന്നു. പക്ഷേ ആ ദൃശ്യം ഉൾപ്പെടെ സത്താണ് എന്നുള്ള തിരിച്ചറിവ് സംഭവിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് ഗുരു പല ഉദാഹരണങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ ശരീരം ഒരിക്കലും നശിച്ചു പോകില്ല എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഇന്നത്തെ ഓരോരുത്തരുടെയും. കാരണം ശരീരത്തിനോട് അത്രമാത്രം നമുക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഏത് ഒരു ജീവിനെ നമ്മൾ നോക്കുമ്പോഴും അതിൻ്റെ ശരീരത്തെ പരമാവധി സംരക്ഷിക്കുവാനായിട്ട് അത് ശ്രമിക്കും. പക്ഷേ എത്ര ശ്രമിക്കുമ്പോഴും ഒരു സമയത്ത് അത് വിട്ടുപോവുകയാണ്. നമ്മുടെ മോഡേൺ സയൻസ് ഒക്കെ എത്രയോ അഡ്വാൻസ് ആയിരിക്കുന്നു. പക്ഷേ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയുവാനോ, ആ ശരീരം എപ്പോൾ, ഇതിൽ കുടികൊള്ളുന്ന ജീവൻ ഈ ശരീരത്തിൽ നിന്ന് എപ്പോൾ വിട്ടുപോകുമെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത, ഇതുവരെ അത് കണ്ട് എത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നുമല്ല താനും അത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒന്നാണ് അത്. ഉണ്ട് എന്നുള്ളതിന് ആർക്കും സംശയവുമിട്ടില്ലാതാണ്. എത്ര വലിയ യുക്തിവാദിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ഭൗതികവാദി ആയിരിക്കുമ്പോഴൊക്കെ ഈ ജീവന്, ഈ ശരീരത്തിന് ഉണ്മ കൊടുക്കുന്ന ആ ചൈതന്യത്തെ
തടഞ്ഞു നിർത്തുവാനോ ഒന്നും ഈ സയൻസ് വളർന്നിട്ടില്ല. ഈ സയൻസ് എന്ന് മാത്രമല്ല, ഒരു സയൻസും വളർന്നിട്ടില്ല. ഇപ്പോൾ യോഗ ശാസ്ത്രമൊക്കെ അനുശാസിക്കുന്നത് ഈ ജീവനെയൊക്കെ നമുക്ക് കുറേ നാളുകൂടി ശരീരത്തിൽ നിലനിർത്താം എന്ന് പറയുമ്പോഴും അതിനൊരു പരിധിയുണ്ട്. അതെല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒന്നല്ല താനും. അപ്പോൾ ഇങ്ങനെയൊക്കെ മഹർഷിമാർ, ഭാരതത്തിലെ മഹർഷിമാർ ശരീരത്തിൻ്റെ പരിമിതിയും ഈ ശരീരത്തിന് ഉണ്മ കൊടുക്കുന്ന അതിൻ്റെ നിജസ്ഥിതിയും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിന് ഏറ്റവും ലേറ്റസ്റ്റായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വന്ന് അതിനെ ഒന്നുകൂടി പുതുക്കി ആധുനിക മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ സൂചിപ്പിക്കുമ്പോഴും പഴയ മുൻപ് പറഞ്ഞിട്ടുള്ള ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഗുരു ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ വേറെ പുതുതായിട്ട് ആർക്കും ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുരു പറയുന്നു, ഈ ശരീരം ഒക്കെ നമ്മളിവിടെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും അത് ഒരിക്കലും നശിച്ചു പോകുന്ന ആ ശരീരത്തിൻ്റെ ഇതിനെക്കുറിച്ചല്ല നമ്മൾ ബോധവാന്മാരാകേണ്ടത്. മറിച്ച് ആ ശരീരത്തെ ഉൾപ്പെടെ പ്രകാശിപ്പിക്കുന്നത് സദ്ഘനമാണ്, സത്ത് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ മാറണം, അല്ലെങ്കിൽ ആ ഒരു അറിവിലേക്ക് ഉണരണമെന്നാണ്. തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കണം. സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.